ഒരു ചോദ്യം വന്നിട്ടുള്ളത് കുഞ്ഞുമോൾ ജോൺ എന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ITI പഠിക്കുന്നതിന് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഓൾമോസ്റ്റ് സെയിം ഡൊമൈനിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. സുമൻ എന്നുള്ള ഒരു അക്കൗണ്ടാണ്. UPSC ഇൻ്റർവ്യൂക്ക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ ഇസ് എ മസ്റ്റ് ആണോ എന്നാണ് ചോദിക്കുന്നത്. ഇവരൊരു ഡിഗ്രി സ്റ്റുഡൻ്റാണ്. ഓക്കെ, സോ ബേസിക്കലി ഇന്നത്തെ ഡിസ്കഷനിൽ നമുക്ക് ഉൾപ്പെടുത്താനുള്ളത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ഇതിൻ്റെ പ്രസക്തിയും, നിങ്ങൾ ITI പഠിക്കുകയാണെങ്കിലും ഡിഗ്രി പഠിക്കുകയാണെങ്കിലും ഈവൻ ഇഫ് യു ആർ പ്ലാനിങ് ഫോർ UPSC അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്നുള്ളതിൻ്റെ ആവശ്യകത നിർബന്ധമാണോ, ഓപ്ഷനിലാണോ, അറിഞ്ഞില്ലെങ്കിൽ ജോലി നേടാൻ പറ്റില്ലേ, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. സോ ബേസിക്കലി ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏത് ലാംഗ്വേജ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ വെറും ലാംഗ്വേജ് വെച്ച് മാത്രമല്ല, ബോഡി ലാംഗ്വേജ് വഴിയുള്ള കമ്മ്യൂണിക്കേഷനുമുണ്ട്. സോ അതിന് ഒരു പ്രത്യേക ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്ന നിർബന്ധവുമില്ല. സോ എന്താണ് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ? സോ ലൈക്ക് വി ഹ്യൂമൻ, ഏത് ആനിമൽ എടുത്താലും ഏത് പ്ലാന്റ് എടുത്താലും ദേ കമ്മ്യൂണിക്കേറ്റ്. അവരുടെ ട്രൈബിലെ ബാക്കിയുള്ള ആൾക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ കൂടിയാണ് ആശയങ്ങൾ വിനിമയം ചെയ്യുന്നത്. സോ ഇഫ് ഐ വാണ്ട് സംതിങ്, അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവണം. സോ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, യു ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്. രണ്ടാമത്, ഓപ്പോസിറ്റുള്ള ആൾക്കാർ ദേ ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ എൻ്റെ ലാംഗ്വേജും കേൾക്കുന്ന ആളുടെ ലാംഗ്വേജും ഡിഫറെൻ്റ് ആണെങ്കിലും ഇഫ് യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി, ലാംഗ്വേജ് അറിയാതെ തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ഇൻ എ വെരി വളരെ ബേസിക്കായ ഫണ്ടമെൻ്റലായ ലെവലിൽ. പക്ഷേ ഈ പറഞ്ഞ ചോദ്യം എന്നുള്ളത് പ്രൊഫഷണൽ ലെവലാണ്. അങ്ങനെയുള്ള ബേസിക് കമ്മ്യൂണിക്കേഷൻ അല്ല, ഒരു ഹൈ ലെവൽ കമ്മ്യൂണിക്കേഷനാണ് അവിടെ വരുന്നത്. സോ ഒബ്വിയസ്ലി ദേ നീഡ് ടു ഹാവ് സംതിങ് മോർ ദാൻ ബോഡി ലാംഗ്വേജ്, അല്ലെങ്കിൽ ആംഗ്യഭാഷയേക്കാളും കൂടുതൽ പല രീതിയിലുള്ള ഫോർമൽ ലാംഗ്വേജ് ആപ്ലിക്കേഷൻ അവിടെ വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. സോ കമ്മ്യൂണിക്കേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ലാംഗ്വേജ് മാത്രമല്ല, ലാംഗ്വേജ് അല്ലാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഉണ്ട്. ഇനി കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ പാർട്ട് 75%-നേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ലിസണിങ്ങിനാണ്. അതായത് കേട്ട് മനസ്സിലാക്കാനാണ്. ഓൺലി ഇഫ് യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ മാത്രമേ തിരിച്ച് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റൂ. അത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നീട് നിങ്ങൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ വൈറ്റൽ പില്ലേഴ്സാണ്. ഇനി അതും കഴിഞ്ഞ് നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ആ കാമ്പിലേക്ക് വരാം, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. നിങ്ങൾ ITI പഠിക്കുന്ന ഒരാളാണ്, കൊച്ചുമോൾ ചോദിച്ചതുപോലെ. ITI എന്നുള്ളത് ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനാണ്. 10th പഠിച്ച ആൾക്കാർ ചെയ്യുന്നുണ്ട്, 12th പഠിച്ച ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഡിഗ്രി പഠിച്ച ആൾക്കാരും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ITI പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു പ്രത്യേക ട്രേഡിൽ ആസ് എ ടെക്നീഷ്യൻ നിങ്ങൾ ജോലി ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ കേരളത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മലയാളം വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇഫ് യു ആർ പ്ലാനിങ് ഔട്ട്സൈഡ് കേരള, തമിഴ്നാട്ടിലാണെങ്കിൽ കർണാടകയിലാണെങ്കിൽ കന്നഡ, തെലുങ്കാനയിലാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ്, അങ്ങനെ ഓരോ സ്ഥലത്തും അതിൻ്റെതായ ലാംഗ്വേജ് ഉണ്ട്. ഇനി ആ ലാംഗ്വേജ് ചിലപ്പോൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്താണെങ്കിൽ ഓരോ രാജ്യത്തിനും അവരുടേതായ ലാംഗ്വേജ് ഉണ്ട്. ഇനി ഇങ്ങനെ ലാംഗ്വേജ് ഓരോ സ്ഥലത്തും അതിൻ്റെ ലാംഗ്വേജ് പഠിച്ച് ഇഫ് യു ക്യാൻ കമ്മ്യൂണിക്കേറ്റ്, ദാറ്റ് വിൽ ബി പവർഫുൾ. പക്ഷെ അതിനേക്കാളും ഒരു പടി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഒബ്വിയസ്ലി ദാറ്റ് ഗോസ് ടു ഇംഗ്ലീഷ്.
സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈവൻ ഇഫ് യു ആർ എ ITI പഠിക്കുന്ന ഒരാളാണ്. സ്കിൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് അവിടെ നേടുന്നതെങ്കിലും ITI പഠിച്ച ഒരാൾ ജോലി ചെയ്യുന്നു. ദാറ്റ് പേഴ്സൺ നോസ്, അവർക്ക് അറിയാം ഇംഗ്ലീഷ്, മറ്റുള്ള ആൾക്ക് അറിയില്ല ഇംഗ്ലീഷ് എങ്കിൽ ഓൾവേസ് ജോബിൽ ഈവൻ സാലറി ഇൻക്രിമെൻ്റ് ആയാലും പ്രൊമോഷൻ ആയാലും ഒരു നെക്സ്റ്റ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയാലും എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആരെയായിരിക്കും? അത് ഒബ്വിയസ്ലി ഇംഗ്ലീഷ് അറിയുന്ന, കമ്മ്യൂണിക്കേഷൻ ആ ഒരു കഴിവുള്ള, ടാലൻ്റുള്ള ആളെ തന്നെയാണ് ITI ടെക്നീഷ്യനായി പിക്ക് ചെയ്യാൻ പോകുന്നത്. സോ ITI ടെക്നീഷ്യൻ വിത്ത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ ഓൾവേസ് പ്രിഫറബിൾ. അവരെയാണ് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതായത് UPSC-യുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു ജോബുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്, കേന്ദ്ര തലത്തിൽ സെൻട്രൽ സർവീസിലൊക്കെ വരുന്ന ജോബിൻ്റെ ഭാഗമാണ് UPSC എക്സാം. സോ ഡിഗ്രി പഠിച്ച വേറൊരാളാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. UPSC ക്വാളിഫൈ ചെയ്യുകയാണ്, ജോലിയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്, പോസ്റ്റിംഗ് എവിടെ വേണമെങ്കിലും കിട്ടാം. അവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ യു ക്യാൻ യൂസ് ഹിന്ദി. ഒബ്വിയസ്ലി നമ്മുടെ നാഷണൽ ലാംഗ്വേജ് അല്ലെങ്കിലും ഓൾമോസ്റ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻ പ്ലേസ് നിങ്ങൾക്ക് സംസാരിക്കാൻ ഹിന്ദി ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ സൗത്തിലാണെങ്കിൽ യു നീഡ് ടു നോ ദ റീജിയണൽ ലാംഗ്വേജ്. ഏത് റീജിയണൽ ലാംഗ്വേജ് ഉള്ള സ്ഥലമാണോ അവിടെയുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾക്ക് ഈ ഓരോ സ്ഥലത്തും പോയി അവരുടെ ഭാഷ സംസാരിക്കുന്നതിനേക്കാളും കൂടുതലും നിങ്ങളുടെ സുപ്പീരിയേഴ്സിനോട് ഈസിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് എന്നുള്ള പ്രസക്തി അഗെയിൻ യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയ നമ്മുടെ ഇംഗ്ലീഷിന് തന്നെയാണ്. നമ്മുടെ അല്ല, ഇംഗ്ലീഷുകാരുടെ ഇംഗ്ലീഷിന് തന്നെയാണ്. സോ അവിടെയും നിങ്ങൾക്ക് UPSC ക്വാളിഫൈ ചെയ്ത ഒരാളാണ്, ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ, ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ, ഓൾവേസ് ബെറ്റർ ജോബ് പ്രോസ്പെക്ട്സും പ്രൊമോഷനും ആ ജോബിൽ എക്സൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ കൂടുതൽ ലഭിക്കുന്നത് ഇംഗ്ലീഷ് പഠിച്ച അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും, എനിക്ക് പേഴ്സണലായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? DFA പഠിക്കണോ, DCA പഠിക്കണോ, അല്ലെങ്കിൽ എനിക്ക് ബാക്ക് പേപ്പേഴ്സ് ഉണ്ട് 1-2, ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യട്ടെ, അത് ചെയ്യട്ടെ, ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറ്, ബെറ്റർ നിങ്ങൾ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരുക, ഇംഗ്ലീഷ് പഠിക്കുക, ലാംഗ്വേജ് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. കാരണം ഒരു ജോബിൽ കയറിയ ആൾക്ക് ഇതിൻ്റെ പ്രസക്തി മനസ്സിലാക്കും. ഈവൻ ആഫ്റ്റർ ഹാവിങ് ഡിഗ്രി, PG കഴിഞ്ഞ ഒരാളാണെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ കരിയറിൽ മുന്നോട്ട് പോകാൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞാൽ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്നുള്ളത്, ആസ് എ ജൂനിയർ എംപ്ലോയി നിങ്ങൾക്ക് നിങ്ങളുടെ ബോസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബോസായി, അതായത് നിങ്ങളെ മാനേജറായി പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരും നോക്കുന്നത് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സബോർഡിനേറ്റ്സിനെ, നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ അവിടെ നിങ്ങളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയാൽ അത് നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് തരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഒരു പ്രസക്തി എന്നുള്ളത്, അവർക്ക് ഹയർ മാനേജ്മെൻറ്റുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാകും, അങ്ങനെ പല തലത്തിലുള്ള ആൾക്കാരുണ്ടാകും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാകും, താഴെ സബോർഡിനേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. സോ അവർക്ക് എല്ലാ ലെയേഴ്സിലേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കസ്റ്റമേഴ്സുമായിട്ടും ക്ലയൻസുമായിട്ടും, അതൊരു പ്രൈവറ്റ് എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഈവൻ ഗവൺമെൻറ് ജോബിലാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല റാങ്ക്സ് ഉണ്ടാകും. അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷൻ വരും, റിട്ടേൺ വരും. അതായത് എഴുത്ത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, വോക്കൽ കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഏത് കമ്മ്യൂണിക്കേഷൻ മേഖലയാണെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോപ്പറായി ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു അസറ്റ് തന്നെയാണ്. അത് നിങ്ങളുടെ കരിയറിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഈ രണ്ട് ചോദ്യങ്ങൾക്കും രണ്ട് വ്യക്തികളാണ് ചോദ്യം ചോദിച്ചത്, രണ്ട് കോണ്ടെക്സ്റ്റിലേക്കാണ് ചോദ്യം ചോദിച്ചത്. ഒന്ന് IT പഠിക്കുന്ന ഒരാളും മറ്റത് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളും. സോ ഇവർക്ക് രണ്ടുപേർക്കും നല്ലത് തീർച്ചയായിട്ടും
ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ആസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ. വെറും ടെക്സ്റ്റ് ബുക്ക് നോളജ് അല്ല, മറിച്ച് സ്പോക്കൺ ഇംഗ്ലീഷ്, എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആ ഒരു ഫ്ലുവൻസി, അത് നിങ്ങളുടെ കോൺഫിഡൻസിൽ നിന്നാണ് വരേണ്ടത്. സോ അങ്ങനെ കോൺഫിഡൻസിൽ കൂടി വരണമെങ്കിൽ യു നീഡ് ടു ഹാവ് സം ഒരു അറ്റ്ലീസ്റ്റ് ഫണ്ടമെൻ്റൽസ് സ്ട്രോങ് ആയിരിക്കണം. സംസാരിക്കുമ്പോൾ ഈസാണോ വാസാണോ ഹാവോ ഹാസോ ഡിഡോ ഡുവോ എവിടെയാണോ ഉപയോഗിക്കേണ്ടത് എന്ന കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസിയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വളരെ വൈറ്റലാണ്. യൂണിവേഴ്സൽ ലാംഗ്വേജായ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എവിടെയാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്നുള്ളത്. അതോടൊപ്പം ഇന്ത്യക്ക് പുറത്തും ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ ഓൾമോസ്റ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ പ്ലേസസ് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഗോ ഫോർ ഇറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുക. സ്പോക്കൺ ഇംഗ്ലീഷ് നല്ല ഒരു ഓപ്ഷനാണ്. തീർച്ചയായിട്ടും ഈ ഒരു പാത്ത് നിങ്ങളുടെ കരിയർ എൻഹാൻസ്മെൻറ്റിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വൈറ്റൽ ടൂൾ തന്നെയാണ്. കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.